അത് ബി എസ് പറഞ്ഞത് എന്താണെന്ന് പരിശോധിച്ചിട്ട് ബി എസിന് മറുപടി നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. അത് എന്താണ് പറഞ്ഞത് ബി എസോട് തന്നെ ആലോചിച്ചതിന് ശേഷം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെനിക്ക് വിട്ടുതരണം. അത് നിങ്ങളിങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചെല്ലാം ബി എസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കരുത് കേട്ടാ. വി എസ് എൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് വി എസ്. ഞങ്ങളുടെ എല്ലാ സമാരാധ്യനായ നേതാവാണ് വി എസ്. വി എസ് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നടന്ന നിങ്ങളെ സമകൾക്കെതിരെ വി എസ് തന്നെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വി എസിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് ഇത്തവണ ദോഷകരമായിട്ടാണ് അത് പ്രചരിപ്പിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും യു ഡി എഫിനും ബി ജെ പിക്കും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്തും കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാകണം. യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ പോകണം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത വിജയമല്യയ്ക്ക് പോലും 20 ഏക്കർ ഭൂമി ഉമ്മൻചാണ്ടി പതിച്ചു കൊടുത്തു. ഈ 20 ഏക്കർ ഭൂമിക്ക് മാർക്കറ്റ് വില കണക്കാക്കിയാൽ 120 കോടി രൂപ മുതൽ 200 കോടി രൂപ വരെ വിലമതിക്കുന്ന ഭൂമിയാണ് വിജയമല്യയ്ക്ക് കൊടുത്തത്. 20 കോടി രൂപ ഈടാക്കിക്കൊണ്ടാണ് 200 കോടി രൂപയുടെ സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ടുന്ന തുക 100 കോടി രൂപയെങ്കിലും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്.